കല്യാണം എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണല്ലോ. എന്നാൽ കല്യാണത്തിൻ്റെ പേരിലും എൻഗേജ്മെൻറ്റിൻ്റെ പേരിലും നടത്തി വരാറുള്ള ചില കോപ്രായങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ പറയാതിരിക്കാൻ വയ്യ. എത്രത്തോളം എന്ന് വെച്ചാൽ വെള്ള വസ്ത്രധാരികളടക്കം നടത്തുന്ന ചില വീഡിയോകൾ കാണുമ്പോൾ ബെഡ്റൂമിൽ നടത്തേണ്ട വീഡിയോകളാണ് അടക്കം പുറത്തു വന്ന് ചുംബനം നൽകിക്കൊണ്ട് ആ പെണ്ണിനെ കറക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ പെണ്ണിന് ജനിക്കാൻ പോകുന്ന കുട്ടി എത്രത്തോളം ഹൈറായിട്ടാണ് ജനിക്കാൻ പോകുന്നതെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. മുമ്പൊക്കെ സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് ഓർമ്മയിൽ വരികയാണ്. കിതാബുകളിൽ കാണാം. അതായത് ഹജ്ജിന് പോയി വന്നതിന് ശേഷം പറഞ്ഞു, ഇനി എൻ്റെ ശരീരം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അത് മരണത്തിനോട് അടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും മരിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ ശരീരം ഇനി പുറത്തു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഇപ്പോഴൊക്കെ ഈ കാലത്തൊക്കെ അത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന്. എന്നാൽ ദീൻ ഒരിക്കലും അത് ഇക്കാലം അക്കാലം എന്നും ഒന്നുമില്ല. എല്ലാ കാലത്തും ഒരു ദീന് തന്നെയാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളതും അത് അതിൻ്റെ പടി തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവസാനം വളരെ മോശമായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.